ഹലോ ഫ്രണ്ട്സ്, ഇതൽ ചെമ്പരത്തിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ മുല്ലപ്പൂ ഇഷ്ടമല്ലാത്തവരായിട്ട് ആരാ ഉള്ളതല്ലേ? അപ്പോൾ ഇന്ന് നമുക്ക് കുറഞ്ഞ ചിലവിൽ എങ്ങനെ ആർട്ടിഫിഷ്യലായിട്ട് മുല്ലപ്പൂ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിന് നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് കുറച്ച് ടിഷ്യൂ പേപ്പേഴ്സാണ്. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് മുല്ല മൊട്ടാണ് ചെയ്യുന്നത്. അതിനായിട്ട് ഞാൻ ടിഷ്യൂ പേപ്പർ ഇങ്ങനെയൊന്ന് ചതുരത്തിലൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം വേറൊരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ബോൾ പോലെ ആക്കി ചുരുട്ടിയെടുത്തിട്ട് വേറൊരു ടിഷ്യൂ പേപ്പറിലേക്ക് ഒരു മുല്ലമൊട്ടിൻ്റെ ഷേപ്പിലൊന്ന് ആക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അറ്റം ഭാഗം ആ തണ്ട് പോലെ വരുന്നിടത്തൊന്ന് പിരിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ആ ഒരു മുല്ലമൊട്ടിൻ്റെ ഷേപ്പിലൊന്ന് നമ്മൾ ആക്കിയെടുക്കണം. കണ്ടില്ലേ, ഇതുപോലെ നല്ല നീറ്റായിട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്ക് വേണ്ടത് കുറച്ച് വാട്ടർ കളറാണ്. വാട്ടർ കളറോ എന്തെങ്കിലും കളർ, ഒരു പച്ച കളർ കിട്ടാനായിട്ട് അതിൻ്റെ തണ്ടിന് കൊടുക്കാനായിട്ടാണ്. അത് നമ്മൾ ജസ്റ്റ് കൈ കൊണ്ട് ഒരുപാട് എടുത്താൽ നമ്മുടെ ടിഷ്യൂ പേപ്പർ ഒത്തിരി കട്ടിയില്ലാത്തതുകൊണ്ട് പെട്ടെന്നത് കുതിർന്നു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് ഇങ്ങനൊന്ന് ആക്കി കൊടുക്കണം. ജസ്റ്റ് ഒന്ന് ആക്കി കൊടുക്കണം. അപ്പോൾ കുഞ്ഞ് ചോറിനുന്നതിൻ്റെ ഇടയ്ക്ക് എന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്നതാണ്. ഇതുപോലെ നമ്മൾ കുറച്ചധികം മൊട്ടുകൾ നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരേ വലുപ്പത്തിൽ കിട്ടുവാണെങ്കിൽ നമുക്ക് അത്രയും നല്ലത്. എനിക്കിപ്പോൾ ഇത് പല പല ഷേപ്പിലൊക്കെയാണ് വന്നത്. ചിലതൊക്കെ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്, കാണുമ്പോൾ തന്നെ അറിയാം. പിന്നെ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ തണ്ടിനൊക്കെ കുറച്ച് വണ്ണം കൂടുതലായി. ഇത് നമ്മൾ ആ വാട്ടർ കളർ വെച്ച് ചെയ്തപ്പോഴത്തേക്കിനും പിരിച്ച് വെച്ചത് തിരിഞ്ഞഴിഞ്ഞ് വന്നതിൻ്റെയാണ്. പക്ഷെ അത് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഇനി നമുക്കൊരു നൂലെടുത്ത് സാധാരണ മുല്ലപ്പൂ കെട്ടുന്ന പോലെ കെട്ടാം. അപ്പോൾ യൂട്യൂബിൽ ഒരുപാട് ആൾക്കാർ ഈ ഒരു ആർട്ടിഫിഷ്യൽ മുല്ലപ്പൂ ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടംപോലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. എത്രയും പെർഫെക്റ്റ് ആകുമെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ലാസ്റ്റ് നമുക്ക് നോക്കാം, മൊത്തം ഒന്ന് കെട്ടിക്കഴിയുമ്പോൾ നോക്കാം എങ്ങനെ ആയിരിക്കുമെന്ന്. അപ്പോൾ നമ്മൾ കെട്ടിക്കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എത്രയും പെർഫെക്റ്റ് ആയിട്ടുണ്ടെന്ന് നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ഇതൽ ചെമ്പരത്തി സൈനിങ് ഓഫ്.